കേന്ദ്ര കോപ്പർ മന്ത്രി തൃശൂരിന് വിനയായോ എന്ന ചോദ്യമാണ് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചിരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ആ വിഷയം ഉയർത്തുമ്പോൾ വിമർശനത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത പൊള്ളലുണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 10-12 കമന്റ് വന്നിട്ടുണ്ട്. അതിൽ ഒരു സനത് കുമാർ ഒരു കാറിന്റെ ഫോട്ടോ ഇട്ടിട്ടുള്ള ഒരു പുതിയ വിമർശനമാണ്. പിന്നീട് ആരുമില്ലാത്തവൻ എന്ന പേരിൽ വ്യാജ ഐഡിയിൽ എത്തിയിട്ടുണ്ട്. അതിൽ നല്ല ഭാഷയിൽ നല്ല പച്ച നമുക്ക് അൺപാർലമെന്ററി ആയിട്ടുണ്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാര്യം അവർ കരുതുന്നുണ്ടാവും ചിലപ്പോൾ ഈ തെറിയൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അങ്ങ് തകർന്നു, അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഡിമ്മായി പോകുമെന്ന് കരുതുന്ന ആരുമില്ലാത്തവൻ എന്നാണ് ആ പേര് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരുമില്ലാതെ ഈ നമ്മളെ വിശ്വഗുരുവിനെ പോലെ ഈ സാധാരണഗതിയിൽ ജനിച്ചവനല്ല, ആരുമില്ലാത്തവനാണ്, അന്തരീക്ഷത്തിൽ നിന്ന് ജനിച്ചൊരു മഹാനാണ് ഇട്ടേക്കുന്നത്. പിന്നീട് സുരേഷ് ഗോപി തന്നെ പിടിച്ച് കടിച്ചോ ഊളെ എന്ന് സായ്മോൻ മാർഷൽ എന്ന് പറയുന്ന ഒരു വ്യാജ ഐഡി ചോദിച്ചിട്ടുണ്ട്. പിന്നീട് സുനിൽ തറയിൽ അതും ഒരു തെറിയാണ്. പിന്നീട് സെൻ ചാണ്ടി 2-3 വീഡിയോ. സനത് കുമാർ സാംസ്കാരിക തലസ്ഥാനത്ത് സംസ്കാരശൂന്യനായ MP നല്ലൊരു മറുപടിയാണ്, നല്ലൊരു വാചകമാണ്. സാംസ്കാരിക തലസ്ഥാനത്ത്, അതായത് തൃശ്ശൂർ എന്നാണ് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു വിഷയം ഉയർത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പല ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു കേന്ദ്ര മന്ത്രിയായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അദ്ദേഹം പെരുമാറുന്ന ഒരു രീതി, അതിൽ ഇപ്പോ ഇന്നലത്തെയും ഇന്നത്തെയും സംബന്ധിച്ച് പുറത്തു വന്ന 2 ദൃശ്യങ്ങൾ. തൃശ്ശൂരിൽ ഒന്ന് അദ്ദേഹം ഒരു ക്ഷേത്ര ദർശനത്തിന് എന്തോ പോവുകയാണ്. അതായത് പഴയ മാടമ്പി ശൈലിയിൽ തന്നെയാണ്, ഇപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു ഒറ്റ തോർത്തൊക്കെ മൂടിക്കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു സംഘിയാണ് അദ്ദേഹം. കണ്ടില്ലേ, ഞങ്ങളുടെ ഒരു വലിയ കക്ഷിയായിട്ട് ജയിപ്പിച്ചു വിട്ട ആളാണ്. അതായത് മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃക എന്നുള്ള നിലയ്ക്കാണ് ചെന്ന് ഒന്ന് തൊടാൻ ചെന്നത്. കയ്യെത്തെട്ടി തെറിപ്പിച്ച ആ ധാർഷ്ട്യവും ധിക്കാരവും ഇത് പിണറായി വിജയനായിരുന്നെങ്കിൽ കേരളത്തിൽ വലിയ വാർത്തയായി മാറിയത്. അത് നമ്മുടെ കോപ്പർ ഗോപിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും കേരളത്തിലെ മാപ്രകൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഈ സവർണ ടീംസ് ആയതുകൊണ്ട് അതൊന്നും വാർത്തയാകില്ല. അതൊന്നും എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാതെ അങ്ങ് ഒതുക്കിക്കളയും. ഇന്നിപ്പോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതേ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ സെൽഫി എടുക്കാൻ ചില അമ്മച്ചിമാർ ചെല്ലുന്നുണ്ട്, പ്രത്യേകിച്ച് പരാതി കൊടുക്കാൻ. ആ ഒരു കാര്യം കണ്ടപ്പോഴാണ് കോപ്പർ മന്ത്രി വിനയായോ എന്ന ചോദ്യം ഉന്നയിക്കണമെന്ന് കരുതി. കാര്യം ഒരു കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നാടിന്റെ കൂടി ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു നാടിന്റെ മുഴുവൻ ജനപ്രതിനിധിയാണ്. അപ്പോൾ ആ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്താണ്? ജനങ്ങൾ നൽകുന്ന പരാതി. കാര്യം ജനമാണ് യജമാനൻ, അല്ലാതെ കേന്ദ്ര കോപ്പർ മന്ത്രി ഒരിക്കലും ഒരു യജമാനനല്ല. ആ ജനത്തിന്റെ ദാസനായിരിക്കണം. ആ ജനത്തിന് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു വ്യക്തിയായിരിക്കണം. എന്താണ് ചെയ്തത്? ജില്ലാ പ്രസിഡന്റ് അടുത്തെന്ന് പറയാം. ജില്ലാ പ്രസിഡന്റിനെ ആണോ ജനം തെരഞ്ഞെടുത്തത്? BJP ജില്ലാ പ്രസിഡന്റിനെ തേടിപ്പോയി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന കോപ്പർ മന്ത്രി നിർദ്ദേശം വച്ചിരിക്കുന്നത്. കേട്ടിട്ട് വല്ല തോന്നുന്നുണ്ടോ? നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയാണ് ഈ മറുപടി പറഞ്ഞിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ അത് സ്വീകരിക്കാതെ പോകുന്ന ഒരു ദൃശ്യം നിങ്ങൾ കണ്ടിരുന്നെങ്കിലും, ആ ദൃശ്യത്തിന്റെ ഒടുവിൽ തന്നെ ഇദ്ദേഹം കാറിൽ കയറുന്ന സന്ദർഭത്തിൽ മറ്റൊരു സ്ത്രീ ചെന്ന് ചോദിക്കുമ്പോൾ ഏതോ ഒരു സംഘടി പറയുകയാണ് ജില്ലാ പ്രസിഡന്റിനെ കാര്യം കാണും. അത് ഇവിടുത്തെ ഈ മഹാരാജാവിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ കാര്യം കാണുമെന്നുള്ള കാര്യം. ഇങ്ങനെ ആയിരിക്കും ഒരു ജനപ്രതിനിധി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ. ഇത് പഴയ രാജഭരണകാലത്താണ്. ഒന്നും അങ്ങോട്ട് നേരിട്ട് പറയരുത്. പറയാൻ നമ്മൾ വളഞ്ഞ വഴി പോകണം. മൂക്കിൽ തൊടണമെങ്കിൽ വളഞ്ഞു വരണം. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഏജന്റുമാരടുത്ത് പറയും കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ. എങ്ങനെയുണ്ട്? അദ്ദേഹം വെറും ഒരു കേന്ദ്ര സഹമന്ത്രി ആയപ്പോഴുള്ള പൊടിപ്പാണ് ഈ കാണുന്നത്. പ്രജ എന്ന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാരാജാവാണെന്നുള്ള മനോഭാവത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തി ഇപ്പോ ഈ ഒരു പ്രവർത്തനമൊക്കെ കാണിക്കുമ്പോൾ തൃശൂർ ജില്ലയ്ക്ക് വിനയായി മാറാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട. വരും കാലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം, കാര്യം നമുക്ക് അത് ഏത് വ്യക്തിയായിരുന്നാലും ശരി, കൃത്രിമത്വം, ഇപ്പോ നമുക്കില്ലാത്തൊരു കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അഭിനയിക്കുകയാണ്. എനിക്ക് ആ ക്വാളിറ്റി ഇല്ല, പക്ഷെ എന്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ ആ കാര്യത്തെ കൃത്രിമമായി അഭിനയിക്കും. സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ തൃശൂർ ജയിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം പൈസ ചെലവാക്കി കുറേയേറെ ഓൺലൈൻ മാധ്യമങ്ങൾക്കും പിന്നെ അദ്ദേഹം പർച്ചേസ് ചെയ്ത കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെയുടെ മുന്നിൽ അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് ഒരു ആടിയ കഥാപാത്രമാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനം അത് മാത്രമാണ്. അദ്ദേഹം
ഒന്ന് ആലോചിച്ച് നോക്കൂ. മാതാവിന് കൊണ്ടുവന്ന് ഈ ചെമ്പ് കിരീടം കൊടുക്കുന്നുണ്ട്, അത് പൊളിഞ്ഞടുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പള്ളിയിൽ പോയിട്ട് കണ്ടില്ലേ, ആ സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഈ നോമ്പിന്റെ സമയമാണ്, അവിടെ ഒരു പള്ളിയിൽ ചെന്നിരുന്നിട്ട് വഴിച്ചു നിൽക്കുന്ന അവസ്ഥയൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സാധാരണ രീതിയിൽ ചെയ്യുന്നതാ. ആ പ്രവർത്തനം ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ആണ്. നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ പുറത്തു വരുന്നത്? ഇതൊക്കെ വലിയ ആക്രാന്തത്തോടു കൂടി കഴിക്കുകയാണ്, ഇഷ്ടപ്പെട്ട് കഴിക്കുകയാണെന്ന് അദ്ദേഹത്തെ സ്ക്രിപ്റ്റഡ് ആക്കി അഭിനയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിക്കാൻ വേണ്ടി പൈസ മുടക്കി ഒരുപാട് ഈ വിഷ്വലി ആൾക്കാരുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണ ജനിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അതൊരു പരിധിവരെ കോൺഗ്രസുകാരുടെ കാലുവാറിൽ കൂടി ആയതുകൊണ്ടാണ് അത് സക്സസ് ആയി പോയത്. അല്ലെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലായിരുന്നു. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ ഇദ്ദേഹത്തിന് ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് തോന്നിക്കുകയാണ്. നേരത്തെ പറഞ്ഞു വന്ന കാര്യം അതാണ്. നമ്മൾക്കില്ലാത്ത കാര്യം, അത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളതോ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾക്കില്ലാത്ത കാര്യം, നമ്മളുടെ സ്വാഭാവികമായി ഇല്ലാത്തൊരു കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഒന്ന് അഭിനയിച്ച് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം. പക്ഷേ അധിക ദിവസം നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്കില്ലാത്തത് എന്താണോ അത് തനിയെ പുറത്തു വരും. 2-3 ദിവസം ആ വ്യക്തിയായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആശയവിനിമയമോ അല്ലെങ്കിൽ ഇടപെടലൊക്കെ കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ പരിചയപ്പെട്ടതുപോലെ അല്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പറച്ചിലിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അവർക്ക് അനുഭവപ്പെടും. അത് ഏത് കാര്യത്തിലായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് കോപ്പർ ഗോപിയുടെ കാര്യത്തിലും. ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ ജോലി എന്താണോ അഭിനയിക്കുക എന്നാണ്. അഭിനയിക്കാൻ വേണ്ടി നല്ല PR ടീമിന്റെ കൈവശം കൊടുത്തതിന് ശേഷം അവർ ഇട്ടുകൊടുക്കുന്ന സെറ്റും അവർ പറയുന്ന രീതിയിലും അദ്ദേഹം തകർത്താടി. അതാണ് തൃശ്ശൂരിൽ കണ്ടത്. അതിന് നല്ല ചിക്കിലി ചെലവായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വരുന്ന 5 വർഷം എന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ ഇറങ്ങിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ സ്റ്റേറ്റ് കാറിൽ, കൊടിവെച്ച കാറിൽ യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. ആ ആഗ്രഹത്തെ ആഡംബരപൂർവ്വം അദ്ദേഹം ചെയ്തു തീർക്കാൻ പോവാണ്. അതിനപ്പുറത്തേക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി ആലോചിക്കും. ഒരു സാധാരണക്കാരന്റെ പ്രശ്നം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്നു അവകാശപ്പെടുകയാണ്. ഒരു പാവപ്പെട്ടവന്റെ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അവന്റെ ജീവിത വേദനകളെ കുറിച്ച് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലെ ഒരു ദിവസമെങ്കിലും നമ്മൾ കഴിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു സംശയവും വേണ്ടെന്ന്. നമുക്ക് എന്ത് കാര്യത്തിലും മറ്റുള്ളവർ ചിലപ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും മനസ്സിലാകത്തില്ല. കാര്യം ആ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് എത്രമാത്രം തീവ്രമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു മാടമ്പിയായിട്ടും ഒരു കുറവുകളും ഇല്ലാതെ ജീവിച്ച ഒരു വ്യക്തിക്ക്, അത് ഇപ്പൊ BJP ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പഴയ രാജപരമ്പര കാലഘട്ടങ്ങൾ, അവർ ഈ സാധാരണക്കാർക്ക് ഔദാര്യമായി കൊടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, അതുകൊണ്ട് നിങ്ങൾ പണമുള്ള മുതലാളിമാരെ തിരഞ്ഞെടുക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. രാജഭരണകാലത്ത് ഈ നാട്ടിൽ നടന്നെന്താ മര്യാദയ്ക്കുണ്ടല്ലോ, മനുഷ്യർക്ക് വഴി നടക്കാൻ പറ്റില്ല. അതായിരുന്നു ആ കാലഘട്ടം. അതായത് പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഏത് വഴിയും നടക്കാം. പക്ഷെ സവർണന് താഴെ വന്നു കഴിഞ്ഞാൽ ഹിന്ദു എന്ന പേരായതുകൊണ്ടും പിന്നോക്കക്കാരനായതുകൊണ്ടും അവർ കൊടുത്തിരുന്ന ഒരു വലിയ പേര് കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അവർണൻ, വർണ്ണമില്ലാതെ, അവർണൻ എന്ന വാക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണെന്ന്? അവർണൻ, വർണ്ണമില്ലാത്തവർ. കാര്യം നിറമെന്ന് പറയുന്നത് എന്താണ്? അത് അവർ ഒരു നിറം കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ആ നിറത്തിന്റെ കാറ്റഗറിയിൽ പോലും പെടുത്താൻ പറ്റാത്ത കുറെ മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യര് ഇവരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഏത് രീതിയിൽ ഈ മണ്ണടിഞ്ഞു പോയിട്ടുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതിന്റെയൊക്കെ പിൻതലമുറക്കാരാണ് ഈ കാണുന്നവർ. അവർക്ക് എങ്ങനെയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റുന്നത്? അതുകൊണ്ട് ഒരിക്കലും കോപ്പർ ഗോപി വന്നു എന്ന് കരുതിക്കൊണ്ട് PR ടീമിനെ കൊണ്ടുവന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നതിനപ്പുറം ഒരിക്കലും സാധാരണക്കാരന്റെ വീട്ടിലുണ്ടാകുന്ന നീറുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാകില്ല. ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. കാര്യം അങ്ങനെ വളർന്നു വരുന്നവർക്ക് മാത്രമേ എന്തായിരുന്നു ഇന്നലകളിൽ എന്റെ അനുഭവം, അത് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇടപെടാൻ പറ്റത്തുള്ളൂ. നിങ്ങളതിനി എത്ര വലിയ മഹാനെ കൊണ്ടുവന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ആ അവസ്ഥയിലൂടെ നടന്നു പോകുന്നവന് മാത്രമേ, അത് നിങ്ങളുടെ ജീവിതത്തെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ അനുഭവിച്ച ഒരു യാതനയോ ഒരു വിഷമത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളത് എന്നു ചിലപ്പോൾ അവർ പറയും. പക്ഷെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയ അവസ്ഥ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂർ പോലും നമുക്ക് ഫീൽ ചെയ്യും ആ അവസ്ഥ മറികടന്ന് പോകുമ്പോൾ. അങ്ങനെ ഒന്നും അനുഭവിക്കാത്ത, എല്ലാ പ്രിവിലേജുകളും ഉണ്ടായിരുന്ന, വായ് തുറന്ന പൊട്ടത്തരം മാത്രം പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ, അതായത് തൃശ്ശൂരുള്ള മനുഷ്യരെ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ ക്ഷേത്രവും അമ്പലവും ഇതിന്റെയും ഹിന്ദു എന്നുള്ള പേരൊക്കെ പറഞ്ഞിട്ട് അയാളെ ഇല്ലാത്ത
ചില ഗുണങ്ങളുണ്ട് എന്ന തോന്നലൊക്കെ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് മാത്രം സഹായിക്കാൻ ഓടിപ്പോകും. കാര്യം അവർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുത്താൽ എന്റെ പേര് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ ഈ തൃശ്ശൂർ നിങ്ങൾ കാണുന്ന ദൃശ്യം അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ വിശാല ഹൃദയനായിട്ടുള്ള മനുഷ്യർ അതെല്ലാം സ്വീകരിച്ച് ഉടനടി നടപടി സ്വീകരിക്കണ്ടേ? എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അത് സ്വീകരിക്കില്ലെന്നേ. നിങ്ങൾ എന്ത് തരം മനുഷ്യരാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഈ ആൾക്കാര് പ്രകടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോ ഓഫ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞ പാത്രമായിരിക്കും. ഒച്ച കൂടും അതിൽ നിന്ന്. കാര്യം ഒഴിഞ്ഞ പാത്രം തറയിൽ വീണ എന്താണ് അവസ്ഥ? അത് വലിയ ശബ്ദം ഉണ്ടാകും. പക്ഷെ അതിനകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യില്ല. അങ്ങനെയുള്ള ഷോ ഓഫുകൾക്ക് ഇറങ്ങില്ല. ഈ ഷോ ഓഫുകൾക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ കൃത്രിമത്വമൊക്കെ കാണിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് എന്റെ കാര്യം കാണണം. ആ എന്റെ കാര്യം കാണുന്നവന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയൊക്കെ മുന്നിൽ ഇരിക്കുന്നവന്റെ കണ്ണി പൊടിയിടാം, അവനെ കുപ്പിക്കകത്തിറക്കാം. അവൻ സാധാരണഗതിയിൽ വരില്ല. അവൻ ഷോ കാണിക്കും. അവൻ വലിയ തരത്തിലുള്ള ഒരു വരുന്ന ആ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർക്കിടയിൽ ഒരു വലിയ ഒരു ഞാൻ പറഞ്ഞ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ള. പണ്ട് കാലത്ത് അവർ പെരുമ്പറയൊക്കെ മുഴക്കി ഇങ്ങനെയൊക്കെ രാജാവായിട്ടൊക്കെ നടന്നു തന്നെയാണ്. അതിലൊന്നും യാതൊരു അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഈ നാട്ടിൽ പലതരത്തിലുള്ള ഈ തൊഴിൽ മേഖലയിൽ ഡിവൈഡ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അതായത് മനുഷ്യരെ പല തൊഴിലായിട്ട് ചാതുർവർണ്ണയത്തിന്റെ പേരിലൊക്കെ ഇവർ ഡിവൈഡ് ചെയ്തതിനു ശേഷം ആ കാലം വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ഇന്നും തോളിലേറ്റാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ നാടിനെ ഒരു ഇരുണ്ട കാലത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെയൊക്കെ ഒരു പക്ഷേ മനുഷ്യരെന്നുള്ള രീതിയിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ തെളിർമയെ കുറിച്ച് മനസ്സിലാക്കണം. ഇന്നലകളിൽ നിങ്ങളുടെ പിൻതലമുറക്കാർ അനുഭവിച്ച അവസ്ഥയെ നിങ്ങൾ മറന്നുകൊണ്ട് അവർ നിങ്ങളുടെ മുന്നിൽ വിരിക്കുന്ന ഒരു പരവതാനിയുണ്ട്. അതെന്തിനാണ്? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. അവർക്ക് വഴിവെട്ടുകയാണ്. ആ വഴിവെട്ടുന്നതിന് വേണ്ടി എന്താണോ നിങ്ങൾക്ക് ഇട്ടു തരേണ്ടത് അത് ചൂണ്ടയ്ക്ക് ഒരു തിട്ട് തരുന്നു, നിങ്ങൾ കൊത്തുന്നു. അത്രയേ ഉള്ളൂ അതിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ഇതായിട്ടുള്ളൂ, അതായത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിലയിരുത്താറായോ എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് പറയാൻ, ഈ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പീക്കസ്റ്റ് ഒന്നും വരാനില്ല. ഇത് അദ്ദേഹത്തിന്റെ മാക്സിമം ആണ്. അതായത് രാജ്യസഭാ അംഗമായിരുന്ന സന്ദർഭത്തിൽ പോലും ഒരു വ്യക്തി പ്രവർത്തനങ്ങൾ ചെയ്തതിനു ശേഷം അദ്ദേഹം സ്വയം പറയുകയോ അല്ലെങ്കിൽ സംഘികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനപ്പുറം ഈ നാട്ടുകാർ സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരാൾ ചെയ്തു കൊടുത്ത പ്രവർത്തനത്തെക്കുറിച്ച് നാട്ടുകാർ സംസാരിക്കും, അല്ലെങ്കിൽ അത് കിട്ടാതെ വരുമ്പോഴും അവർ തന്നെ സംസാരിക്കും. അതാണ് അവർ ചെയ്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഇദ്ദേഹം ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് ഇവർ തന്നെ PR വർക്കായിട്ട് കുറച്ച് സംഖ്യകളെ കൊണ്ടുവന്ന് പറയിക്കുന്നതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. ഇദ്ദേഹം പറയുന്നതെല്ലാം പച്ച കള്ളമാണ്. കുറച്ച് ആൾക്കാരെ അവർക്ക് സ്വന്തമായിട്ട് ഈ നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെ കൊണ്ടൊക്കെ ഇവർ മഹാന്മാരാണെന്ന് പറയുമ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന, അവർ പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ ഇതിനെ അങ്ങ് വിശ്വസിച്ചു പോകുന്നു എന്നതിനപ്പുറം ഒരു ചുക്കുമില്ല. ഇതൊക്കെ നാട്യങ്ങളാണ്. നാട്യങ്ങൾ കൊണ്ട് സ്വന്തം കാര്യങ്ങൾ അദ്ദേഹം ഊട്ടി ഉറപ്പിക്കാൻ മിടുക്കനാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കണം. അതുകൊണ്ട് തൃശ്ശൂർകാർ അടുത്ത 5 വർഷം ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ അങ്ങ് നടക്കും, വാരിക്കോരി കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇന്നൊരു പരാതിയായിട്ട് ചെന്നപ്പോൾ എന്താണ് ഉണ്ടായ അവസ്ഥ, അതാണ് നിങ്ങൾക്ക് 5 വർഷം അനുഭവിക്കാൻ പോകുന്നത്. കാര്യം ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് കൊടുക്കുക. നിങ്ങൾ ജില്ലാ പ്രസിഡന്റാണോ വോട്ട് ചെയ്തത്? ജില്ലാ പ്രസിഡന്റ് ആയിരുന്നോ നിങ്ങളെ മുന്നിൽ വന്ന് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണേ എന്നുള്ള വോട്ട് ചോദിച്ചത്? ഇതൊന്നും അല്ലല്ലോ. അപ്പോ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിക്ക് അത് പറയാൻ പറ്റുന്നത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇനി നേരിട്ട് കാണാൻ വരണ്ട, അല്ലെങ്കിൽ അതേ അടുത്ത ദിവസം തന്നെ മറ്റൊരു ഇത് നടത്തി ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരിപാടിക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു നടനായിട്ടേ വരത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. മുകേഷ്, ഇന്നസെന്റ് ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ ജനപ്രതിനിധികളായവരാണ്. ആരെങ്കിലും വായനത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ വരുന്നെങ്കിൽ നടനായിട്ടേ വരുള്ളൂ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞാലും അതെന്താണ്? അതിനെ ന്യായീകരിക്കാനായിട്ട് ഇവിടെ ഒരു വലിയ വൃത്തത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വൃത്തത്തിനെ തീറ്റിപ്പോറ്റുന്നിടത്തോളം കാലം എന്ത് തോന്നിവാസം പറഞ്ഞാലും അതിനെല്ലാം പോസിറ്റീവായിട്ട് ചിത്രീകരിക്കാൻ നമ്മുടെ കുറെ മാപ്ര അടിമകൾ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ ആ രീതിയിലേ മുന്നോട്ട് പോകുള്ളൂ. എന്തായാലും ഇതായിരുന്നു ഉന്നയിച്ചിരുന്ന വിഷയം. എത്രത്തോളം പേര് കേട്ടു എന്ന് കൃത്യമായി നോക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ലൈവ് കട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടായി. അത് എത്രത്തോളം സാങ്കേതിക പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ ഇനി ഇത് കട്ടായതിനു ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോ കോപ്പർ ഗോപി എന്താണ് മന്ത്രിയായതിനു ശേഷം അത് തൃശ്ശൂരിന് വലിയ വിനയാകുമെന്ന് ചോദിച്ചാൽ വിനയാകും, ഒരു സംശയം വേണ്ടെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാനത് മറ്റുള്ളവരുടെ വായിൽ തിരുകാനായിട്ട് തയ്യാറാകുന്നില്ല. ഓരോരുത്തർക്ക് അവരവർക്ക് ഡിസൈഡ് ചെയ്യാം. കാര്യം ഒരു വിഷയത്തിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ ഒറ്റ
ഒരു ആശയം സ്വരൂപിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ ഏറെ പേരെ കമന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ഒരു നദീർ അബ്ദുൽ സലാം, കറക്റ്റ്, പ്രേമജൻ, ഒരു പ്രീജിത് പ്രകാശ്, ആരാടാ സുരേഷ് ഗോപിയെ ഊഞ്ഞാലാടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഭാസ്കരൻ നടുവെള്ളിപ്പിൽ എന്ന് തോന്നുന്നു, നടുവെള്ളി വളപ്പിൽ, രാജേഷ് ഋതു, ഹായ് ബ്രോ, ഹായ്, ജെയിംസ് ആംബ്രോസ്, കറക്റ്റ്. എന്തായാലും അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നവർ, അതിനെതിരെ അഭിപ്രായം ഞാൻ പറയുന്ന ഒരിക്കലും ഞാൻ വാശി പിടിക്കത്തില്ല. എന്റെ അഭിപ്രായം പരമോന്നതമാണെന്നോ അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൃത്യമാണെന്നും പറയുന്നില്ല. ഓരോ വ്യക്തിക്ക് അവരുടേതായ സ്വന്തം അഭിപ്രായം ഉണ്ടാകും. പക്ഷെ എന്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാൻ എന്നൊരു വ്യക്തി കാണുന്ന ജനപ്രതിനിധി ഇങ്ങനെയല്ല. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികവും അല്ലെങ്കിൽ അവർക്കുള്ള സ്റ്റാറ്റസുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ ഷോ ഓഫിന്റെ ആളുകളാകരുത്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ജനം വിലയിരുത്തണം. അത് എത്രത്തോളം ഗുണമുണ്ടാക്കുന്നുണ്ട് എന്ന് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അത് ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്രത്തോളം വിഷൻ ഉണ്ടെന്ന് അയാളുടെ പ്രവൃത്തി കാണുമ്പോൾ അറിയാൻ പറ്റും. ആ നിലയ്ക്ക് എന്റെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന കൃത്രിമത്വത്തിന് അപ്പുറം സുരേഷ് ഗോപി എന്നത് ഊതിപ്പെരുപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ്. അത് തൃശ്ശൂരിന് വിനയാകും. എന്തായാലും ഈ രാത്രി ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി അറിയിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വരാം. നിങ്ങൾക്ക് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റായി രേഖപ്പെടുത്തണം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതും, അത് നല്ല അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും, ഇപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പരിപൂർണമായിട്ട് ശരിയാണെന്നുള്ള വാദമില്ലെന്ന് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തിരുത്തലുകൾ നിർദ്ദേശിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതും പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. ബൈ, നാളെ കാണാം.